നമ്മളിന്ന് ആദ്യം പോകുന്നത് ഒരു പൂന്തോട്ടത്തിലേക്കാണ്, ഒരു ഗാർഡനിലേക്കാണ്. വെറും ഒരു ഗാർഡൻ അല്ല, തിളങ്ങുന്ന ഗാർഡൻ എന്ന് വേണമെങ്കിൽ പറയാം. വിസ്മയ കാഴ്ചകളാൽ സമ്പന്നമാണ് ദുബായ്. അങ്ങനെ ദുബായിലുള്ള സബീൽ പാർക്കിലേക്കുള്ള ഒരു യാത്രയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തിളങ്ങുന്ന ഉദ്യാനം ഒരിക്കലെങ്കിലും കാണേണ്ട കാഴ്ചയാണ് എന്ന് അവിടെ പോയ ആരും പറയും. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന ആ മനോഹര കാഴ്ചയിലേക്കാണ് ആദ്യ യാത്ര. അരുൺ പാറാട്ടാണ് അങ്ങോട്ട് പോകുന്നത്. നമുക്ക് പിന്നാലെ വിടിക്കാം. ദുബായിൽ പകലിനേക്കാൾ സൗന്ദര്യം രാത്രിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ രാത്രി കാലങ്ങളിൽ മനോഹരമായി തിളങ്ങി നിൽക്കുന്ന ഒരു പാർക്കുണ്ട് ദുബായിൽ, ഗാർഡൻ ഗ്ലോ പാർക്ക്. ഇന്ന് നമ്മുടെ യാത്ര അങ്ങോട്ടാണ്. നമ്മളങ്ങനെ ദുബായ് ഗാർഡൻ ഗ്ലോയിൽ എത്തിയിരിക്കുകയാണ്. വെളിച്ചത്തിൻ്റെ മനോഹര കാഴ്ചകളാണ് ചുറ്റും കാണാനാകുന്നത്. അപ്പോൾ നമുക്ക് അതിനുള്ളിലേക്ക് പോയി നോക്കാം. ദുബായ് സബീൽ പാർക്കിലാണ് ഈ പ്രകാശിക്കുന്ന പൂന്തോട്ടമുള്ളത്. ദുബായിലെത്തുന്ന കാഴ്ചക്കാർക്ക് മനോഹര അനുഭവം സമ്മാനിക്കുന്ന വ്യത്യസ്തമായൊരു പാർക്ക്. മിന്നിത്തിളങ്ങുന്ന പൂക്കളും പൂമരങ്ങളും പക്ഷികളും മൃഗങ്ങളും, വർണ്ണപ്രകാശത്തിൻ്റെ മനം നിറയ്ക്കുന്ന മായക്കാഴ്ചകളുടെ വേദി. ഫാന്റസി പാർക്ക്, ഡൈനോസർ പാർക്ക്, ഗ്ലോ പാർക്ക്, മാജിക് പാർക്ക് എന്നിങ്ങനെ 4 വ്യത്യസ്ത മേഖലകളാണ് ഈ ഒരു പാർക്കിനുള്ളത്. 4 തീമിലാണ്, 4 തരം മനോഹര കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ ഗ്ലോ പാർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ തിളങ്ങുന്ന ഉദ്യാനമാണ്. ഗ്ലോ സഫാരി എന്ന പേരിൽ തിളങ്ങുന്ന മൃഗങ്ങൾക്കിടയിലൂടെ യാത്ര പോകാൻ ഉൾപ്പെടെ ഈ മേഖലയിൽ സാധിക്കും. പാഴ്വസ്തുക്കളിൽ നിന്നും പുനർനിർമ്മിച്ച വസ്തുക്കളാൽ തീർത്തതാണ് ഈ പാർക്കിലെ വിസ്മയങ്ങൾ എന്നറിയുമ്പോൾ അത്ഭുതം ഇരട്ടിക്കുമെന്ന് ഉറപ്പ്. ഒരു കോടിയോളം LED ലൈറ്റുകളാണ് ഈ ഒരു പാർക്ക് മൊത്തമായി അലങ്കരിക്കാനായി ഉപയോഗിച്ചിട്ടുള്ളത്. പൂർണ്ണമായി കൈകൊണ്ട് നിർമ്മിച്ചവയാണ് ഇവയെല്ലാം എന്നതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. ആലീസിന്റെ അത്ഭുത ലോകം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഗാർഡൻ ഗ്ലോയെ വിശേഷിപ്പിക്കാം. 40-ലധികം ഏക്കറിലാണ് ഈ ഒരു ഗാർഡൻ ഗ്ലോ പരന്ന് കിടക്കുന്നത്. ഇതിൽ കുട്ടികൾക്കേറെ കൗതുകം പകരുന്ന മേഖലയാണ് ഡൈനോസർ പാർക്ക്. ഇവിടെ ജുറാസിക് കാലഘട്ടം കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഡൈനോസറുകളുടെ ശബ്ദം ഉൾപ്പെടെ ക്രമീകരിച്ച് ചലിക്കുന്ന ഡിനോസർ മാതൃകകൾ ഇവിടെയുള്ള കൗതുക കാഴ്ചയാണ്. ഡൈനോസർ പാർക്കിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് ഫാന്റസി പാർക്കിലേക്കാണ്. അവിടെ എന്തൊക്കെ വിസ്മയങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നതെന്ന് നോക്കാം. ഇതിലും മനോഹര കാഴ്ചകൾ ഒളിപ്പിച്ചു വെച്ച ഒരു മാജിക് പാർക്ക് ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കേട്ടു. ഇനി അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ തലകീഴായി നിൽക്കുന്നതല്ല, ഒപ്റ്റിക്കൽ ഇല്യൂഷന്റെ അനന്ത സാധ്യതകളാണ് ഈ മാജിക് റൂം നിറയെ. Yeah, this is very kind of new experience for us with all the glowing lights and dinosaur. Dinosaur was really like, you know, lifelike, and that sound, the way it is moving, its and eyes closing and opening. It was really kind of very good experience.
and light and the side, the music is surrounding it. That was feeling like kind of good feel comes about it, relaxed feeling was there. And this magic room is kind of like kindling the internal kid in me. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എങ്ങനെ ലോകോത്തരവും മനോഹരവുമാക്കാമെന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ ദുബായ് ഗാർഡൻ ഗ്ലോ. ഈ മനോഹര കാഴ്ചകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആരും അറിയാതെ പറഞ്ഞു പോകും, ഐ ലവ് ദുബായ് എന്ന്. ദുബായ് ഗാർഡൻ ഗ്ലോയുടെ 10ാമത്തെ സീസണാണ് ഇത്തവണ പുരോഗമിക്കുന്നത്. തണുപ്പ് കാലമായതിനാൽ, ക്രിസ്മസ് സീസൺ ആയതിനാൽ അതുമായി ബന്ധപ്പെട്ട നിരവധി കാഴ്ചകളും ഇപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും കുടുംബമായി ആസ്വദിക്കാവുന്ന ഒരിടം തന്നെയാണ് ഈ ദുബായ് ഗാർഡൻ ഗ്ലോ. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. അപ്പോൾ സബീൽ പാർക്കിലെ ആ തിളങ്ങുന്ന പാർക്ക്, ആ തിളങ്ങുന്ന ഗാർഡൻ, അത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് എന്ന് എല്ലാവരും പറയുന്നു. അവിടെ പോയ ആൾക്കാരൊക്കെ അത് പങ്കുവെക്കുന്നുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ. അങ്ങനെ കമൻറ്റുകളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും ചെയ്യുന്നു. സുഭാഷ് എസ് പറയുന്നു, പ്രജിൻ ദുബായ് ജംഗ്ഷനിലാണെന്ന് പറയുന്നു. ദുബായിൽ പോയില്ലെങ്കിലും അവിടുത്തെ കാഴ്ച കാണാൻ പറ്റിയല്ലോ, താങ്ക്സ് പ്രജിൻ എന്ന് മിനി ബാബു പറയുന്നു. അങ്ങനെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട്. സബീൽ പാർക്ക് സൂപ്പർ, നാമിന എസ് പറയുന്നു. സുജാത എസ് ആമിനയ്ക്ക് ഹായ് പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള ചാറ്റൊക്കെ കമൻറ്റ് ബോക്സിലുണ്ട്. അതല്ലാതെയും ഈ പാർക്ക് മൊത്തം കണ്ടിറങ്ങുമ്പോൾ എന്ത് ചെലവ് വരും, ദയവായി അതുകൂടി പറയൂ എന്ന് താജുദ്ദീൻ വൈ പറയുന്നുണ്ട്. അത് നമുക്ക് അരുൺ പറഞ്ഞിട്ടുണ്ട് ചോദിക്കാം. എന്തായാലും സബീൽ പാർക്ക് കലക്കി എന്നാണ് പൊതുവിൽ എല്ലാവരും പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് ഉത്തരയാണ്. ഓക്കെ, ആ ദിനോസർ സൂപ്പറാണ്, അത് ദുബായി അല്ലേ, നമ്മളൊക്കെ എപ്പോൾ പോകാനാ എന്ന് റീന സതീശൻ പറയുന്നു. നമുക്കൊരു ദിവസം പോകാം റീന ചേച്ചി, അതൊക്കെ നടക്കുന്നേ, നമുക്ക് പോവാം.